അപ്പോൾ നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗോവൻ എക്സ്പീരിയൻസ്. ആദ്യം ആരാന്ന് പറയാം. ഞാൻ റിന്ന, ഏതാണ്ട് ചിഞ്ചിക്കുട്ടൻ, പേര് പ്രിഞ്ചു. ഓക്കെ, അപ്പം നമ്മുടെ ആദ്യത്തെ പോഡ്കാസ്റ്റാണ്. സോ ട്രിപ്പ് റിലേറ്റഡ് ആണ്. കുറേ പ്രൊഫഷനായിട്ടുള്ള കുറവുകളൊക്കെ വരും നമ്മൾ സംസാരിക്കുന്നതിൽ. അപ്പം നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ വ്ളോഗൊന്നും ചെയ്യാറില്ലായിരുന്നു. സോ ഒരുപാട് ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പോയിട്ടുള്ളൊരു സ്ഥലം ഗോവയാണ്. അപ്പം ഏകദേശം ഒരു 4-5 വട്ടം നമ്മൾ പോയിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം പോയത് ഒരു 2000 ഗോവയിൽ പോയപ്പോഴായിരുന്നു. 2019 നമ്മൾ പോയത്. അതിന് മുമ്പ് നമ്മൾ ട്രിപ്സിന് പോയിട്ടുണ്ട്. സോ ഫസ്റ്റ് നമ്മൾ ഗോവ ട്രിപ്പിനെ പറ്റി പറയാമെന്ന് കരുതി, കൂടുതൽ പോയിട്ടുള്ള സ്ഥലമായതുകൊണ്ട്. സോ 2021 തോന്നുന്നു അല്ലേ നമ്മൾ ആദ്യമായിട്ട് ഗോവയിൽ പോയത്. 2019 സോ ഫസ്റ്റ് നമ്മൾ ഗോവയിൽ പോയത് 2019. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് പോയതുള്ളതുകൊണ്ട് ആ ഒരു ഡേറ്റ് ഓർക്കാതെ. നമ്മൾ 2019 ഗോവയിൽ പോയപ്പോൾ ലൈക്ക് അന്നത്തെ ഗോവ ഇന്നത്തെ ഗോവയിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സോ അന്ന് നമ്മൾ ഗോവയിൽ പോയത് നമ്മുടെ എൻഫീൽഡ് ബൈക്കിലായിരുന്നു. ഒരു തണ്ടർബേർഡ് 350X. അതിപ്പോഴും നമ്മുടെ ബൈക്കാണ്. ആക്സസറീസ് ആണ് ഈ പുറകെ കാണുന്നത്. നമ്മുടെ ഫസ്റ്റ് ബൈക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. 350X. നമുക്കിപ്പം വേറൊരു ആളും കൂടെ ഉണ്ട് നമ്മുടെ ഫാമിലിയിൽ. ഒരു BMW F900 GSA റീസെൻ്റ്ലി നമ്മൾ വാങ്ങിച്ചതാണ്. സോ നമ്മൾ ഈ ആദ്യം പോയത് തണ്ടർബേർഡ് 350X ആയിരുന്നു. സോ അത് നമ്മൾ പോയപ്പോൾ വലിയ പ്രിപ്പറേഷൻസോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നമ്മുടെ ടൂർ ബാഗ്സ് ഒക്കെ വെച്ച് കെട്ടിക്കൊണ്ടാണ് പോയത്. സോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് തുംകൂർ റോഡിലേക്ക് നമ്മൾ പോയത്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് ബേസിക്കലി. സോ നമ്മുടെ ട്രിപ്സ് എല്ലാം ബാംഗ്ലൂരിൽ നിന്നാണ്. സോ പുള്ളിക്കാരി ഫ്രം ബാംഗ്ലൂരാണ്, ഞാൻ നാട്ടിൽ നിന്ന്. അപ്പം നമ്മൾ ബേസിക്കലി ബാംഗ്ലൂരിൽ നിന്ന് പോയത് തുംകൂർ റൂട്ടാണ്. ലൈക്ക് ഹൈവേ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിക്ക് ഹൈവേ ആണ് ഇപ്പോൾ. പക്ഷെ അന്ന് ലൈക്ക് 2019 മിക്കയിടത്തും വർക്ക് നടക്കുകയും പൊളിച്ചിട്ടേക്കുകയും ഒക്കെ ആയിരുന്നു. കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കുഴിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഭയങ്കര ത്രിൽഡ് ആയിരുന്നു. പിന്നെ ഒരു കാര്യം, ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. ആസ് യൂഷ്വൽ ലൈക്ക് തണ്ടർബേർഡ് ഒക്കെ ഓൺ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ലൈക്ക് ഓടിക്കുന്നതൊക്കെ അത്രയും ഇഷ്യൂസ് വരത്തില്ല. പക്ഷേ പുള്ളിക്കാരെ കുറേ സ്ട്രഗിൾ ചെയ്തായിരുന്നു. കുറച്ച് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ത്രിൽഡ് ആയിരുന്നു. ബിക്കോസ് ആ ഒരു ബൈക്ക് യാത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഓപ്പൺ എയറിലുള്ള ഒരു രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എനിക്ക് കാറൊക്കെ എന്ന് പറഞ്ഞാൽ വോമിറ്റ് വരും. അപ്പം ഇങ്ങനൊരു യാത്ര എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, പെയിൻ ഉണ്ടെങ്കിൽ പോലും. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ടൈം ഒരു വേഴ്സ്റ്റ് ടൈമായിരുന്നു. ഏറ്റവും സമ്മർ ടൈമിലാണ് നമ്മൾ പോയത്. അത് ശരിയാണ്. അന്ന് നമ്മൾ സമ്മർ ടൈമിൽ ഗോവയിൽ പോയി. ലൈക്ക് ബട്ട് റഷ് ഇല്ലായിരുന്നു. സോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ പോയ സ്ഥലങ്ങളെല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മൾ ഏകദേശം ഒരു രാവിലെ ലൈക്ക് അറൗണ്ട് 4 or 5 നമ്മൾ ഇവിടുന്ന് യാത്ര തിരിച്ചു. ലൈക്ക് ഇത് റോഡ് മോശമായിരുന്നു. പിന്നെ ഭയങ്കരമായ ചൂടും, എങ്ങും ഒരു നല്ല ഹോട്ടലില്ല. അതാണ് ഇപ്പോഴും അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ലൈക്ക് ഒരുപാട് ലൈക്ക് നിയർലി 200-300 കിലോമീറ്റേഴ്സ് ഓടിച്ചാലേ നല്ലൊരു ഹോട്ടൽ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. അത് ഈ തുംകൂർ റോഡിൽ ലൈക്ക് നിയർലി ഹാഫ് എ ഡിസ്റ്റൻസ് കഴിയുമ്പം ഹൈവേയുടെ ഒരു ഫ്രം ഹിയർ ടു ഗോവ ഹാഫ് എ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ മാത്രമേ അറ്റ്ലീസ്റ്റ് ഒരു ബെറ്റർ ഒരു ഹോട്ടൽ കാണാൻ പറ്റത്തുള്ളൂ. അത് ഇപ്പം റഷായി, അത് മോശമാണ്. സോ അന്നത്തെ കാലത്ത് അതിലും വേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ യാത്ര ചെയ്തപ്പം ലൈക്ക് അതായിരുന്നു ഏറ്റവും വലിയ ബാഡ് എക്സ്പീരിയൻസിലേക്ക്. നമുക്ക് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റോ ഒരു റെസ്റ്റ് റൂംസോ ഒന്നും അവൈലബിൾ അല്ല ഓൺ ദ വേയിൽ. നമ്മൾ രാവിലെ ഒരു 3-4 മണിയായപ്പം ഇവിടുന്ന് യാത്ര തിരിച്ചു. ലൈക്ക് അറൗണ്ട് നമ്മൾ രാത്രിയായി അങ്ങെത്തിയപ്പം. കാരണം ഒരുപാട് ബ്രേക്സ് നിർത്തിയാണ് പോയത്. ഹെവി ഹീറ്റ് കാരണം. പിന്നെ റോഡ് മോശമായിരുന്നു. സോ നമ്മളവിടെ എത്തിയത് രാത്രിയിലായി.
ലൈക്ക് അറൗണ്ട് 7 അല്ല അങ്ങനെയല്ല, അന്ന് ഓർമ്മയുണ്ടോ നമ്മളൊരു 7 o'clock നമ്മൾ ബുക്ക് ചെയ്ത് ഹോട്ടല് ക്യാൻസൽ ആക്കി. പിന്നെ ലാസ്റ്റ് മൊമെന്റ് നമുക്ക് ഹോട്ടൽസ് ഒന്നും കിട്ടിയില്ല. അന്ന് ഓയോസ് ഒക്കെ ഉള്ള സമയമാണ്. അപ്പൊ നമ്മൾ ഓയോയിൽ ഇതൊരു ഹോം സ്റ്റേ സെലക്ട് ചെയ്തു. പിന്നെ നമ്മളെ ലാസ്റ്റ് മൊമെന്റിൽ ഹോം സ്റ്റേ സെലക്ട് ചെയ്തു, അതാണ് ബുക്കായി. അത് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും വഴിയൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എത്തിയത് രാത്രി ഏകദേശം അതൊരു ഭയങ്കര റിസ്ക് ആയിരുന്നു അത്. കാരണം നമ്മൾ രാത്രി നമ്മുടെ ആ ബോർഡർ ഫോറസ്റ്റ് ഏരിയാസ് ആണ്. അപ്പോൾ ഗോവയിൽ പോയിട്ടുള്ളവർക്കറിയാം, ആ ഫോറസ്റ്റ് ഏരിയ ഫുൾ ലൈക്ക് നമ്മൾ കവർ ചെയ്തത് രാത്രി ടൈമിലാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഉറക്കം വന്നായിരുന്നു. രാത്രി ഒരു 8 മണി തൊട്ട് ഒരു 11 മണി വരെ നമ്മൾ ട്രാവൽ ചെയ്തത് ആ ഇരുട്ടിലൂടെയാണ്. ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് കൂടി ഒരൊറ്റ മനുഷ്യനില്ലായിരുന്നു റോഡിൽ. ഹെവി റിസ്ക് ആയിരുന്നു. പക്ഷെ നമ്മൾ സേഫായിട്ട് എത്തി. പക്ഷെ എത്തിയത് രാത്രി ഒരു 12 മണിയോടടുത്താണ്. അതിപ്പോൾ അന്ന് ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഒന്നും അത്ര ഡെവലപ്പും ആയിട്ടില്ല. സോ നമ്മൾ ഒരുപാട് തപ്പി അന്ന്. നല്ലോണം ടയേർഡായി, എക്സോസ്റ്റഡ് ആയിരുന്നു. അന്നൊക്കെ ഓയോയുടെ കസ്റ്റമർ സർവീസ് വളരെ പത്തറ്റിക് ആയിരുന്നു. ലൈക്ക് നമ്മൾ ആരെ വിളിക്കുന്നു, അവരേതൊരു കെയർ ടേക്കറുടെ നമ്പർ തരുന്നു, പുള്ളി എവിടേക്കോ വരാൻ പറയുന്നു, നമുക്ക് സ്ഥലം അറിയത്തില്ല. അപ്പം അവരുടെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ റോങ് ആയിരുന്നു. ഫൈനലി നമ്മൾ ഏതൊരു ലാൻഡ്മാർക്ക്, ഒരു പള്ളിയുടെ ലാൻഡ്മാർക്കൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീടാന്ന് മനസ്സിലാക്കി ചെന്നു. സെൽഫ് ചെക്കിനായിരുന്നു നമ്മള്. പക്ഷെ സ്റ്റേ അടിപൊളിയായിരുന്നു, ഒരു കുറ്റം നമുക്ക് പറയാനില്ല. നല്ലൊരു ഫാമിലി ആയിരുന്നു. സ്റ്റേ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അന്ന് നമ്മള് ഒരു 5 days അവിടെ ഗോവയിലുണ്ടായിരുന്നു. 5 days ഉണ്ടായിരുന്നു. ന്യൂ ഇയർ ഒക്കെ അവിടെ, ന്യൂ ഇയർ അല്ല, സോറി, ന്യൂ ഇയർ അല്ല, അത് നമ്മൾ റീസെന്റ് നമ്മൾ അന്ന് സെലിബ്രേറ്റ് ചെയ്ത് ലൈക്ക് ഓഫ് സീസൺ ആയതുകൊണ്ട് മിക്ക ഷാക്സ് ഒന്നും ഇല്ലായിരുന്നു. ലൈക്ക് നിയർലി കുറച്ച് ഷാക്സ് ഒക്കെ ഉള്ളായിരുന്നു. 2-3 എല്ലാ ബീച്ചിലൊക്കെ പോയിരുന്നു. പക്ഷെ ഒരു ഓഫ് സീസണിൽ പോയിട്ട് ഒരു ഗുണമുണ്ടായത് ഐറ്റംസ് എല്ലാം ചീപ്പാണ്, സർവീസസ് ബെറ്റർ ആണ്. കാരണം വളരെ കുറച്ച് ടൂറിസ്റ്റുകളേ ഉള്ളൂ. സോ ലൈക്ക് എവിടെ ഷാക്സിലോ ഹോട്ടൽസിലോ പോയാലും നല്ലോണം അവർ സെർവ് ചെയ്യും. നല്ല പിന്നെ റഷ് ഇല്ല റോഡിൽ. നമുക്ക് എവിടെ വേണേലും പോകാം, ഗോവയിലെ എൻജോയ് ചെയ്യാം. നമ്മുടെ ഗോവ ഒരു അറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പോകാൻ ട്രാഫിക് ഇല്ല, കുറവാണ്. അങ്ങനെ എല്ലാ രീതിയിലും അടിപൊളി ട്രിപ്പായിരുന്നു അത്. ഒരുപാട് ബീച്ചുകൾ. പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പം കുറെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. നമ്മള് മഴ പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പം കൊടും ചൂടും, തിരിച്ചിങ്ങോട്ട് വന്നപ്പം അപ്രതീക്ഷിതമായിട്ട് 2 ദിവസം ഭയങ്കര മഴയായി പോയി. അങ്ങനെ ലൈക്ക് നമ്മൾ വലിയ പ്രിപ്പയർഡ് ഒന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ പാനിയേഴ്സോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വാട്ടർ പ്രൂഫ് ബാഗ്സോ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് നമ്മള് ട്രാവൽ ബാഗ്സ് ഒക്കെ കെട്ടി വെച്ചോണ്ടാ പോയത്. അത് മഴയത്ത് നമ്മള് പെട്ടുപോയി. ഹൈവേയിൽ നമുക്ക് കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല. നിയർലി നമ്മൾ തുംകൂർ വരെ നനഞ്ഞ് കുളിച്ചാണ് വന്നത്. പിന്നെ നമ്മൾ തുംകൂരിൽ തന്നെ അങ്ങ് ബാംഗ്ലൂരിൽ എത്തുന്നത് നമ്മൾ അത്രയ്ക്ക് നമുക്ക് ഒരു അടി ട്രാവൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ നമ്മൾ തുംകൂറിലൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ലൈക്ക് പിന്നെ അടുത്ത ദിവസം ബാംഗ്ലൂർക്ക് എത്തി. അങ്ങനെയായിരുന്നു ട്രിപ്പ്. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയി. ബട്ട് ഗോവ തന്നെയാണ് ഡെസ്റ്റിനേഷൻ. നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് എന്ന് പറയുമ്പം അത് പിന്നെ ഗോവ ആയിരുന്നു. അത് നമ്മൾ സെയിം ബൈക്കിൽ തന്നെയാണ് പോയത്. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ പഠിച്ചു ലൈക്ക് ഓക്കെ വി ഷുഡ് ബി ലൈക്ക് എല്ലാ വെതറിനും പറ്റുന്ന ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോഴും നമ്മൾ ട്രാവൽ ഗിയേഴ്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ജാക്കറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളും വാങ്ങിച്ചിട്ടില്ല. ബട്ട് നമ്മൾ കുറേ സാഡിൽ ബാഗ്സും വാട്ടർ പ്രൂഫ് സാഡിൽ ബാഗ്സ് ഒക്കെ വാങ്ങിച്ചു. സോ അതുകൊണ്ട് ട്രാവൽ കുറച്ചും കൂടെ കംഫർട്ടായിരുന്നു. പിന്നെ എനിക്കിരിക്കാനായിട്ട് ഇത് മറ്റേ എയർ കുഷൻസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. സോ നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് ഇറ്റ് കുറച്ചും കൂടെ. പിന്നെ നമ്മൾ ഇത് മേടിച്ചു, ഒരു ഹെൽമെറ്റ് വിത്ത് ലൈക്ക് ഹെഡ്ഫോൺസ് കണക്റ്റഡ്. കാരണം ഞാൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ മെയിൻ കാര്യം തന്നെ. സോ അങ്ങനെ നമ്മള് ഇടയ്ക്ക് ഞാൻ നാപ്പ് എടുക്കും. സോ ഞങ്ങളൊരു പ്രൊഫഷണൽ ട്രാവലേഴ്സ് അല്ല, ലൈക്ക് വി ലേൺഡ് ആൻഡ് വി അഡാപ്റ്റഡ്. അങ്ങനത്തെ ഒരു സംഭവമാണ്. സോ നമ്മൾ അതിൽ നിന്ന് രണ്ടാമത്തെ ട്രിപ്പ് പോയി. പക്ഷെ മച്ച് ബെറ്റർ ആയിരുന്നു. നമ്മള് പ്രിപ്പയർഡ് ആയിരുന്നു. എവിടെയൊക്കെ നിർത്തണം ബൈക്ക്, എവിടെയൊക്കെ പോകണം.
അത് പിന്നെ നമ്മൾ രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ എത്ര ഗോവയിലോട്ട് നേരം കയറി ബ്രേക്സ് ഉണ്ട് അതൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. കുറച്ച് നേരത്തെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങി ലോങ് ബ്രേക്സ് എടുത്തു ഇടയ്ക്കിടയ്ക്ക്. പിന്നെ സ്റ്റിൽ വി റീച്ച് ഗോവ ലൈക്ക് ബിഫോർ 6. യെസ് യെസ് 6 മണിക്ക് മുമ്പ് നമ്മളെത്തി. ആൻഡ് ഇപ്രാവശ്യം നമ്മൾ ഒരു നല്ലൊരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. അതെ. സോ അവിടെ നമ്മൾ ഇനീഷ്യലി ഒരു 4-5 ദിവസത്തേക്കാണ് പോയത്. ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനാണ് പോയത്. നമ്മൾ സൺബേണിൻ്റെ ഈവൻറ്റും എല്ലാം കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊരു വല്ലാത്ത അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ അന്ന് സൺബേൺ ഈവൻറ്റും ഫസ്റ്റ് ടൈം ആയിരുന്നു നമ്മൾ അങ്ങനെ ഗോവ ഒരു പാർട്ടി ടൈമിൽ ലൈക്ക് ന്യൂ ഇയർ പാർട്ടി ടൈമിൽ നമ്മൾ അന്ന് ഫസ്റ്റ് ടൈം ആയിരുന്നു അങ്ങനെ ഒരു യാത്ര പോകുന്നത്. സോ അങ്ങനെ നമ്മൾ ഗോവയിൽ 2nd ഇങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു, ജനുവരി 2 ആകുമ്പോൾ. പക്ഷെ 2 ആയപ്പോൾ നമുക്ക് പിന്നെ ഒരു 2 ദിവസം കൂടെ നിൽക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ 2 ദിവസം കൂടെ നിന്നു. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു റീസൺ കാരണം നമുക്ക് ഒരു ദിവസം കൂടെ നിൽക്കണം തോന്നി. ടോട്ടൽ നമ്മൾ ഒരു 4 ദിവസം പ്ലാൻ ചെയ്തു പോയ ഒരു കാര്യം ഒരുപാട് ബീച്ചുകൾ കവർ ചെയ്തു. ഒരുപാട് ബീച്ച് ഷൈറ്റ്സ് നമ്മൾ ലൈക്ക് ഓവറോൾ ലൈക്ക് അവിടുത്തെ കുസൈൻസ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. അതൊക്കെ തന്നെയാണ് നമ്മൾ ഗോവയിലെ ലൈക്ക് ഓൾമോസ്റ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എക്സ്പീരിയൻസ് ആയി. അതെ, ഇന്നൊരു നോർത്ത് മാത്രമല്ല സൗത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും പോകാൻ പറ്റും. ദൂരെ ആയാലും നമ്മളത് ആ സ്ഥലം തേടി അങ്ങ് ഗൂഗിൾ മാപ്പ് ഇട്ട് അങ്ങ് പോയി ആ സ്ഥലം. പിന്നെ മോർജിം അപ്പം നമ്മൾ പോയായിരുന്നു. മോർജിമിൽ പോയി. പിന്നെ മോർജിമിന്റെ ഒരു ഫാൻസ് ആയി മാറി ഞങ്ങള്. അന്ന് പോയപ്പോഴും ലൈക്ക് അത് വലിയ ഒരു കാമൻ ലൈക്ക് അധികം ടൂറിസ്റ്റുകളൊന്നും ക്ലീൻ ആൻഡ് നീറ്റ് ബീച്ചാണ് അന്ന്. പക്ഷെ പിന്നെ പറയാം നമ്മൾ റീസെന്റ് അപ്രോച്ചിൽ അത് ഭയങ്കര റഷായിരുന്നു. അന്നത്തെ സമയത്ത് അത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ച്. കാരണം മോസ്റ്റ്ലി അത് റഷ്യൻസും ലൈക്ക് ഫോറിനേഴ്സാണ് കൂടുതൽ അവിടെ വരുന്നത്. സോ അതുകൊണ്ട് ബീച്ചൊക്കെ ക്ലീൻ ആയിരുന്നു. പിന്നെ ഷാക്സിലെ ഫുഡ്സും എല്ലാം അടിപൊളിയായിരുന്നു. അത് നമ്മൾ തിരിച്ചു വന്നു. നല്ല ട്രിപ്പായിരുന്നു. നമ്മൾ തിരിച്ചു വന്നപ്പോഴും ഫ്രഷ് ആയിട്ടാണ് നമ്മൾ വന്നത്. കാരണം ആ റഷ്യം കഴിഞ്ഞു. ലൈക്ക് ഒരു ജനുവരി 2, 3 ആകുമ്പോൾ തന്നെ ഗോവയിലെ ടൂറിസ്റ്റുകളെല്ലാം തിരിച്ചു പോകും അന്നത്തെ സമയത്ത്. സോ ലൈക്ക് നമ്മൾ വന്നത് ഒരു 5-ാം തീയതി കണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് റഷൊന്നും ഇല്ലായിരുന്നു. നല്ല സുഖമായിട്ട് നമ്മൾ ബാംഗ്ലൂർ തിരിച്ചെത്തി. രാവിലെ നമ്മൾ തിരിച്ചു ഗോവയിൽ നിന്ന് നമ്മൾ രാത്രി അറൗണ്ട് 8 or 9 നമ്മൾ തിരിച്ചിങ്ങെത്തി. ഒരേ പ്രശ്നം പില്ലിയൻ റൈഡറിന് ബാക്ക് പെയിനും ഇതും വരുന്നുണ്ടായിരുന്നു. അതിപ്പോ എന്തായാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സാധാരണ വരുന്ന പോലെ തന്നെ വരുമല്ലോ. കാരണം സീറ്റ് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. നമ്മളുടെ എയർ കുഷനൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നു. പക്ഷേ നമ്മുടെ എൻഫീൽഡിൽ പോകുന്ന ഒരു സുഖം അത് വേറെ തന്നെയായിരുന്നു. എന്ത് വേണേലും അതൊരു എത്ര ലോഡ് വെച്ചാലും ശരി, നമ്മുടെ ബൈക്കിലുള്ള ലോഡ് എന്ന് പറഞ്ഞാൽ അതും പുള്ളിക്കാരുടെ ലഗേജ് ലോഡ് എന്ന് പറഞ്ഞാൽ കുറെ കാണും. അപ്പൊ ഇതെല്ലാം ലോഡെന്ന് വെച്ചാൽ ഹെവി ലോഡായിരുന്നു. നമ്മള് ബൈക്കിന് സമ്മതിച്ചാൽ പറ്റൂ. ലൈക്ക് എത്ര ഈസി ആയിട്ടാണ് ബൈക്ക് ഓടുന്നത്. നമ്മള് ഹെവി നമ്മുടെ ബൈക്ക് കാണുന്നത് തന്നെ ആയിരിക്കും ഇത് എന്താന്നൊക്കെയാണ് ഇതിലേക്ക് അത്ര ഹെവി ലോഡായിട്ട്. പക്ഷെ അത് നല്ല എനിക്ക് ഒരിക്കലും അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ അവനെ കൊടുക്കാത്തത്. ഞാൻ അത്ര നല്ല എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ബൈക്കും അത്ര പെർഫോമൻസ് തന്നിട്ടുള്ളൊരു ബൈക്കുമാണ്. പെർഫോമൻസ് തന്നെ എൻഫീൽഡ് ടൈപ്പ് പെർഫോമൻസ്, ഹൈ പെർഫോമൻസ് ബൈക്സ് അല്ല. സോ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് നമ്മൾ തിരിച്ചു വന്നു. അടുത്ത വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്തു ഓക്കെ ഇനിയും ഗോവ വേണ്ട, നമ്മൾ വേറെ എവിടെയെങ്കിലും പോകും. ന്യൂ ഇയറിന്, നെക്സ്റ്റ് ന്യൂ ഇയറിന് അടുക്കാറായപ്പോ നമ്മൾ വീണ്ടും നമ്മൾ പലതും പ്ലാൻ ചെയ്ത് ഒക്ടോബർ നവംബർ ഒക്കെ ആയപ്പോൾ തൊട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന പ്ലാനിങ് ആണ്. പ്ലാനിങ് എല്ലാം കഴിഞ്ഞ് നമ്മള് ഫൈനലി എൻഡ് ഓഫ് ദി ഡിസിഷൻ വരുന്നത് ഗോവ തന്നെ പോയിട്ട് വരാന്നാണ് നമ്മൾ തീരുമാനം. പിന്നെ ഇപ്രാവശ്യം നമ്മളൊന്ന് മാറ്റി പിടിക്കാന്ന് കരുതി. ഒന്ന് എനിക്ക് ഹെൽത്ത് അത്ര നല്ലതല്ലായിരുന്നു. സോ നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം ബൈക്കേ വേണ്ട, ഫ്ലൈറ്റിൽ പോകുന്ന കരുതി. ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് മാത്രം. ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്തു. ഫ്ലൈറ്റിൽ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് അവിടുത്തെ എൻഫീൽഡ് ഷോറൂമിൽ തന്നെ നമുക്ക് ബൈക്ക് റെന്റിന് എടുക്കാൻ പറ്റും. സോ ഞാൻ അവിടുന്ന് ഒരു ക്ലാസിക് 350 അത് ഞാൻ റെന്റിന് എടുത്തായിരുന്നു. നമുക്ക് നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ സൈറ്റിൽ പോയാൽ അവിടുത്തെ ഷോറൂമിൽ നിന്ന് തന്നെ ബൈക്ക് റെന്റിന് എടുക്കാം. അവിടെ ഒരൊറ്റ ഗോവയിലെ എൻഫീൽഡിൻ്റെ ഒരൊറ്റ ഷോറൂമേ ഉള്ളൂ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അവിടെ നിന്ന് തന്നെ നമുക്ക് റെന്റിന് എടുക്കാം ബൈക്ക്. അത് സർവീസ്ഡാണ്, നല്ല ക്വാളിറ്റി ആയിരിക്കും, കംപ്ലയിൻറ്റ്സ് ഒന്നും കാണില്ല. പിന്നെ അവരുടെ ഡീലിങ്സ് നല്ലതാണ്. അത് എൻഫീൽഡിൻ്റെ ആപ്പ് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്തത്. നല്ല ഒരു സപ്പോർട്ടായിരുന്നു. നമ്മൾ നേരത്തെ എത്തി, അവരും നേരത്തെ ആളെ അറേഞ്ച് ചെയ്തു നമുക്ക് ബൈക്ക് തരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു.
വളരെ സ്മൂത്തായിട്ടുള്ള ട്രാൻസാക്ഷൻ ആയിരുന്നു. സോ അങ്ങനെ നമ്മൾ അവിടെ എത്തി. വീണ്ടും അവിടെ നിന്ന് എൽഫ്മീറ്റിലായിരുന്നു യാത്ര. അവിടെ യൂണിലോം എന്നായിരുന്നു അല്ലേ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിന്റെ പേര്. അതെ ഒരു മോർജമിന് അടുത്തായിട്ടുള്ളൊരു ഇത്. ലിഫ്റ്റ് ഇല്ല എന്നുള്ള ഒരു പ്രശ്നം ഒഴികെ റൂമൊക്കെ നല്ല അത് കുറച്ചൊരു റിട്രീറ്റ് സെന്റർ പോലത്തെയാണ്. ഒരു കൈൻഡ് ഓഫ് റിട്രീറ്റ് ആണ്. വലിയ ഫുഡ് മെനൂസ് ഒന്നും അവൈലബിൾ അല്ല. നല്ല ടേസ്റ്റബിൾ ആണ്. ഹെൽത്തി ഫുഡ്സ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളതും പിന്നെ കുറെ യോഗ ട്രെയിനിങ് അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. രാവിലെ എഴുന്നേൽക്കണം അങ്ങനെയൊക്കെയുള്ള സംഭവം. സ്റ്റേ നല്ലതായിരുന്നു. നല്ല ഇടപെടലും യൂണിലോം അങ്ങനെ അതൊരു പേരാണ്. പറ്റുവാണെങ്കിൽ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇട്ടേക്കാം. പിന്നെ അത് നല്ലൊരു സ്റ്റേ ആയിരുന്നു. മോർജിമിലായിരുന്നു. നമുക്ക് മുമ്പിലത്തെ വട്ടം നമ്മൾ പറഞ്ഞില്ലേ മോർജിമി നമുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ തീരുമാനിച്ചു മോർജിമിലെ ഇനിയും ഒരു. സോ അങ്ങനെ നമ്മുടെ അടുത്ത് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ എവിടേക്കോ ന്യൂ ഇയർ ലൈക്ക് അവിടുത്തെ ഇത് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെയുള്ള പാർട്ടീസിലൊക്കെ പേഴ്സണലി നമ്മൾ പോയി അറ്റൻഡ് വന്നു. എനിക്കൊരു ഓർമ്മ ഇത് ഈ ന്യൂ ഇയറിന് ഇപ്രാവശ്യം നമ്മൾ ന്യൂ ഇയറിന് ലൈക്ക് അങ്ങനെ പ്രീ ബുക്ക് ഒന്നും ചെയ്തൊന്നുമില്ല. നമ്മൾ അവിടെ തന്നെ ഉള്ളൊരു ടിറ്റോസ് അറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ അവിടെ പോയി നമ്മൾ അപ്പോഴത്തെ പാർട്ടി അവിടെ എൻജോയ് ചെയ്തു. ഓക്കെ. പിന്നെ ഞാൻ മാത്രമേ പറയൂ. ഞാൻ കേക്ക് പറയും, എക്സ്പീരിയൻസ് പറയില്ലേ. പിന്നെ നമ്മൾ ഓവറോളിലേക്ക് അന്നാണ് ഓക്കെ നമുക്ക് എപ്പോഴും ഗോവയിൽ കാണുന്ന ഒരു കാര്യമാണ് പാരഗ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു അത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ എത്തി. അതൊരു ഭയങ്കര രസമുള്ള കാര്യമാണ്. ഞാൻ എങ്ങനെയൊക്കെയോ പുഷ് ചെയ്ത് പാരഗ്ലൈഡിങ് ആണ് നമുക്ക് ചെയ്യാൻ പോകുന്നൊക്കെ പറഞ്ഞ് ചെയ്ത് മോട്ടോർ ഗ്ലൈഡ് അല്ല പാരഗ്ലൈഡിങ്. നമ്മൾ അവിടെ ചെന്നു. അത് ഗോവയുടെ ഒരു മറ്റേ അറ്റത്താണ്, ലൈക്ക് ഒരു നോർത്ത് എൻഡിലാണ് ഇത് വരുന്നത്. ഒരാളും തിരക്കില്ലാത്തൊരു ബീച്ച്. അവിടെ ഒരു വലിയൊരു കുന്നു പോലൊരു കാട്ടിനകത്തോട് കയറി പോകണം മുകളിലേക്ക്. സോ നമ്മളങ്ങനെ മുകളിൽ കയറി ചെന്ന് ലൈക്ക് അത് കയറാൻ നേരത്ത് വഴി നീളെ താഴെ തൊട്ട് മുകളിൽ എത്തുന്നിടം വരെ അത് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ അത്രയും ദൂരം ഞാൻ അങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ എനിക്ക് സത്യമായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നല്ലോണം എക്സോസ്റ്റ് ആയി. അപ്പം ഞാൻ പറഞ്ഞു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ ലഗേജും എൻ്റെ കയ്യിലാണ്. എന്നിട്ടാണ് മുകളിൽ എത്തുന്നതിൻ്റെ പകുതി എത്തിയപ്പം തൊട്ടേ എന്നെ കിടന്ന് പറയാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ നമ്മൾ മുകളിൽ എത്തി. അവിടുന്ന് വെയിറ്റ് റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. പക്ഷെ പുള്ളിക്കാരി കയറി നല്ലോണം എൻജോയ് ചെയ്തു. ഏറ്റവും അടിപൊളിയായിരുന്നു. അവിടെ എത്തി എൻജോയ് ചെയ്തു. പാരഗ്ലൈഡിൽ കയറി പോയി. പിന്നെ ആളെ കാണാനില്ല. ആക്ച്വലി അവർ അവിടെ ഇറക്കിയില്ല. അവർ താഴെ എന്തോ വിൻഡിന്റെ സ്ട്രെങ്ത് കുറഞ്ഞോണ്ടോ എന്തോ എന്തായാലും പുള്ളിക്കാരെ നേരെ താഴെ കൊണ്ടുവന്ന് ഇറക്കി, ബീച്ചിൽ കൊണ്ടുവന്ന് ഇറക്കി. അത് അടിപൊളിയല്ലൊരു ഫീൽ അല്ലേ, ബീച്ചിൽ കൊണ്ട് ഇറക്കുവാന്ന് പറഞ്ഞു. നല്ല ഫീല്. പിന്നെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടുന്ന് ഇതെല്ലാം എടുത്തോണ്ട് താഴെ ഇതേ കുന്ന് ഇറങ്ങി. താഴെ വന്നപ്പോ അവിടെ ഒരാള് ഇളനീരൊക്കെ കുടിച്ചോണ്ട് അവിടെ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കും. കാത്തിരിക്കായിരുന്നു വരാൻ വേണ്ടിട്ട്. മോളിൽ വെപ്പം കുറ്റം പറഞ്ഞ ആള് താഴെ വന്നപ്പോ വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അത്രയും ദൂരം കേറുമ്പോ നമുക്കൊരു അൺകംഫർട്ടബിൾ ഒക്കെ വരത്തില്ലേ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ വേർത്ത് ആയിരുന്നു. ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ അതൊക്കെ ഉള്ളായിരുന്നു. നമ്മുടെ ആ ഒരു ട്രിപ്പിൽ അത്രേ ഉള്ളായിരുന്നു. പിന്നെ വേസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഗോവയുടെ ഒരു വേസ്റ്റ് സൈഡാണ്. അതെല്ലാ ടൂറിസ്റ്റുകളും ഗോവയെ പറ്റി പറയുന്നത് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് ടാക്സി. നമ്മളന്ന് ഇത് കൊടുത്ത് ലൈക്ക് ബൈക്ക് റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് എയർപോർട്ടിൽ പോകണമായിരുന്നു. ഇപ്പോൾ എയർപോർട്ടിൽ പോകാൻ നേരത്ത് നമ്മളൊരു ഗോവ ഗവൺമെൻറ്റിൻ്റെ ഒരു ടാക്സി ആപ്പുണ്ട്. സോ നമ്മൾ അതിൽ കയറി ബുക്ക് ചെയ്തു. അപ്പം ടാക്സിക്കാരൻ നമ്മുടെ ഹോട്ടൽ അടുക്കാറായപ്പം വിളിച്ചിട്ട് പറഞ്ഞു പുള്ളിയെ അവിടുത്തെ ലോക്കൽ ടാക്സിക്കാരെല്ലാം കൂടെ തടഞ്ഞു വെച്ചേക്കാണ്, അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. സോ പുള്ളിക്ക് വരാൻ കഴിയില്ല, ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞു. ആ ബുക്ക് ചെയ്ത പൈസ മുഴുവനും ഈ ആപ്പുകാർ എടുക്കുകയും ചെയ്തു. നമുക്ക് റീഫണ്ടും തന്നില്ല. അവർ വന്നതുമില്ല, ക്യാൻസലും ആയി. ആ സമയത്ത് നമ്മൾ അവിടുത്തെ ലോക്കൽ ടാക്സിക്കാരെ വിളിച്ചപ്പം ഇവന്മാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പം ലൈക്ക് അറൗണ്ട് 1000 rupees എന്തോ റൈഡിന് പകരം അവന്മാർ പെട്ടെന്ന് തന്നെ 2000 rupees 3000 rupees 2 times ചാർജ് നമ്മളോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എന്തൊരു വാശിയായിരുന്നു നമുക്ക്. അപ്പം അവിടെ നിന്ന് എന്താണെങ്കിലും ബുക്ക് ചെയ്യത്തില്ല എന്ന് കരുതി നീളെ ഒരു 1 kilometer ലഗേജും
വലിച്ചോണ്ട് നമുക്ക് നമ്മുടെ നടക്കേണ്ടി ട്രോളിങ് കൊണ്ട് നമ്മൾ റോഡിലൂടെ ഇങ്ങനെ അപ്പൊ എന്താണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആവുകയാണെങ്കിൽ ആകട്ടെ എന്ന് തന്നെ കരുതി. കാരണം ബിക്കോസ് ഇവരുടെ എന്തായാലും വണ്ടി എടുക്കില്ല എന്ന് വിചാരിച്ചു. വൃത്തിയായിട്ട സംസാരവും ഒരു ഗുണ്ടായിസം പോലുള്ള പെരുമാറ്റവും ഒക്കെ ആയിരുന്നു. അതെ, അപ്പം ഫ്ലൈറ്റ് പോയെങ്കിൽ പോട്ടെ, അതിന് നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതി തന്നെയായിരുന്നു. നമ്മൾ അവിടുന്ന് പിന്നെ ലഗേജ് എല്ലാം കൂടെ വലിച്ച് നിയർലി ഒരു 1 കിലോമീറ്റർ ദൂരെ വന്ന് ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ഒരു ലോക്കൽ ലൈക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തല്ലോ അടുത്തുള്ള ഏതെങ്കിലും ടാക്സി സർവീസുകാർ. അങ്ങനെ അവിടുന്ന് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മാറിയുള്ള ഒരു ടാക്സി ക്യാബിനെ നമ്മൾ ഗൂഗിൾ നമ്പർ കണ്ട് അതിൽ വിളിച്ച് പുള്ളിയോട് വരാൻ പറഞ്ഞു. പുള്ളി വന്ന് അപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ആ ജംഗ്ഷനിൽ കുറെ ലോക്കൽ ടാക്സിക്കാരൊക്കെ നിപ്പുണ്ട്. കമന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നിപ്പുണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലായി ഇവര് തന്നെയാന്ന്. സോ എന്താണേലും നമ്മൾ വിളിച്ചു ആ ടാക്സിക്കാരെ വന്ന് അവൻ നോർമൽ റേറ്റ് തന്നെയാണ് പറഞ്ഞത്. ലൈക്ക് അറൗണ്ട് ഗോവൻ ടാക്സി ആപ്പിൽ കണ്ട അതേ റേറ്റിന് ഒരു 200 റുപ്പീസ് അങ്ങ് എക്സ്ട്രാ അത്രേ ഉള്ളായിരുന്നു. പുള്ളി നല്ല ഇടപെടിയിലായിരുന്നു. നമ്മൾ ഫ്ലൈറ്റ് സമയമായെന്ന് കണ്ടിട്ട് തന്നെ പുള്ളി ഏതൊക്കെയോ വഴിയിലും ലൈക്ക് നമ്മൾ ഗൂഗിൾ കാണിച്ചതിനെക്കാളും എളുപ്പമെന്നാണ് കയറ്റി നമ്മൾ എയർപോർട്ടിൽ എത്തിച്ചു. പക്ഷേ നമ്മുടെ ചെക്ക് ഇൻ ബാഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് നേരെ കയറായിരുന്നു. പക്ഷേ ചെക്ക് ഇൻ ലഗേജ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആ ഗേറ്റ് ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് ഗേറ്റ് അല്ല ലൈക്ക് ചെക്ക് ഇൻ ടൈം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ക്യാബിൻ ലഗേജസ് മാത്രമേ അലൗഡ് ഉള്ളായിരുന്നു. അപ്പോൾ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇൻഡിഗോയുടെ സർവീസ് എനിക്ക് അന്ന് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം ജസ്റ്റ് 2000 റുപ്പീസ് അങ്ങോട്ട് നമ്മുടെ ഇന്ന് പോയുള്ളൂ. ലൈക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഒരു 4 hours 3 hours കഴിഞ്ഞിട്ട് അങ്ങോട്ടായിരുന്നു. 4 hours സോ 4 hours കഴിഞ്ഞിട്ട് അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർക്ക്. ബട്ട് അതിൽ സീറ്റ്സ് ഒരുപാട് അവൈലബിൾ ആയതുകൊണ്ട് ലൈക്ക് ഇവർ നമുക്ക് ടിക്കറ്റ് അതിലേക്ക് മാറ്റി തന്നു. നിയർലി ഒരു അറൗണ്ട് 12,000-14,000 ടിക്കറ്റ് ആയിരുന്നു. പക്ഷെ അത് നമുക്കൊരു 2,000 റുപ്പീസ് മാത്രമേ എക്സ്ട്രാ വേണ്ടി വന്നുള്ളൂ. ലൈക്ക് അവരത് അല്ല മൊത്തത്തിൽ അത്ര ആയുള്ളൂ. അത് ഞാൻ അത് കൂടുതൽ പ്രതീക്ഷിച്ചു. അറ്റ്ലീസ്റ്റ് ഒരു 5-6K പ്രതീക്ഷിച്ചെടുത്ത് വെറും ഒരു 2,000 അവരെ ചാർജ് ചെയ്തുള്ളൂ രണ്ടുപേർക്കും കൂടെ. എന്നിട്ട് നമ്മളെ അടുത്ത് ഫ്ലൈറ്റ് കയറി ലൈക്ക് അത്രയും അവേഴ്സ് അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. ഗോവ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുന്തവും ഇല്ല അവിടെ. ഒരു വലിയ എയർപോർട്ട്, ഒരു സാധനമില്ല, ഒരു ചെറിയൊരു പെട്ടിക്കട പോലെ സാധനം അകത്തുണ്ട്. അവിടെ ആണെങ്കിൽ ആപ്പടെ കുറേ ചോക്ലേറ്റും കോഫിയും മാത്രം കിട്ടും, വേറൊന്നും ഇല്ല. ഫുഡ് ഐറ്റംസ് ഒക്കെ വളരെ കുറവാണ്. സോ എന്താണ് നമ്മൾ അവിടെ കുറേ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നെ നമ്മൾ ബാംഗ്ലൂർ വന്നു. ഒബ്വിയസ്ലി നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അത് നിയർലി ഈവനിങ്ങിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വീട്ടിലെത്തി. ഈ ഒരു കുറച്ച് ബിറ്റർ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ ഗോവയിൽ. വെരി ബിറ്റർ എന്ന് പറയുന്നത് അത് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ്. ഗോവ ടാക്സി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം പറ്റുവാണെങ്കിൽ സ്വന്തം വണ്ടി പോവുക, അതും അല്ലെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ ലോക്കൽ ടാക്സി തന്നെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളത് ന്യൂസിൽ നമ്മൾ വന്നില്ല, കഥയിലോട്ട് വരുന്നില്ല. അപ്പം ലോക്കൽ ടാക്സി ഒരു വേസ്റ്റ് സിനാരിയോ ആണ്. നിങ്ങൾക്ക് നല്ല ആൾക്കാരെ കിട്ടിയാൽ അത് നിങ്ങളുടെ ഒരു ലക്കാണ്. അത് നമുക്ക് മനസ്സിലായത് ഇപ്രാവശ്യത്തെ ട്രിപ്പിലാണ്. സോ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം BM എടുത്ത് നമ്മൾ F900 GSA നമ്മളെടുത്തു. ബൈക്ക് എടുത്തത് നവംബറിലാണ്. ഡിസംബറിൽ നമ്മൾ കുറേ ഇടത്തേക്ക് പോയി, നമ്മൾ കേരളത്തിലേക്ക് പോയി. അതൊക്കെ ഇനി അടുത്ത പോഡ്കാസ്റ്റ് നമ്മൾ പറയാം. നമ്മൾ ഇന്ന് ഗോവ മാത്രമേ പറയുന്നുള്ളൂ. സോ ഇതായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിപ്പ്. നമ്മൾ BM-ലാണ് പോയത് ഗോവയിൽ. രാവിലെ ഒരു 3 o'clock ഇവിടുന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഗോവയിൽ എത്തിയത് 2:30-3 മണിയായപ്പോൾ നമ്മൾ എത്തി. എങ്ങനെ നേരത്തെ എത്തിയെന്ന് ചോദിക്കല്ലേ, അത് ബൈക്ക് അങ്ങനെയാണ്. നമ്മള് പോയ സ്പീഡൊന്നും ഞാൻ പറയുന്നില്ല. ഭയങ്കര നല്ല ഒരു യാത്രയായിരുന്നു. അൾട്ടിമേറ്റ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനാണ് പോയത്. നമ്മൾ 28th പോയത്, 29th അൾട്ടിമേറ്റ് കംഫർട്ട്. പുള്ളിക്കാരിയുടെ ഇഷ്യൂസ് എല്ലാം മാറി. ബാക്കിൽ ഭയങ്കര കംഫർട്ടായിട്ട് ഇരിക്കാം. പിന്നെ നമ്മൾ ഇപ്രാവശ്യം പോയത് ഫുൾ റൈഡിങ് ഗിയേഴ്സോടുകൂടിയാണ്. ലൈക്ക് പയനിയർ ബോട്ട്സ് എല്ലാം BM തന്നെ നമ്മൾ മേടിച്ചാണ്. അതെ ഈ പുറകെ ഇരിക്കുന്ന സാധനങ്ങൾ അതൊക്കെ. സോ നമ്മൾ ഫുൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങുന്ന ശീലമുണ്ട് പുറകിരുന്ന്. അതുകൊണ്ട് ഇപ്രാവശ്യം സേനയുടെ ഹെഡ്സെറ്റ്സ് ഒക്കെ ഹെൽമെറ്റ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മൾ പോയത്. ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ട്. കഴിഞ്ഞ യാത്രയിൽ നമ്മുടെ അതുണ്ടായിരുന്നല്ലോ. നമ്മൾ ഇപ്രാവശ്യം പുതിയ ഒരെണ്ണം കൂടെ മേടിച്ചു. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞില്ലേ
നമ്മള് ഹെഡ്സെറ്റ് ഒക്കെ വെച്ചോണ്ടാ പോയത്. പക്ഷെ നമ്മള് കുറച്ചും കൂടെ ഞാൻ ഇമ്പ്രൂവ് ഉറങ്ങുന്ന ട്രാക്ക് ചെയ്യാനാ മെയിനായിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഓടിക്കാൻ നേരത്ത് ഞാൻ ചോദിക്കും ആളുടെ അനക്കം കാണില്ല. ചോദിക്കുമ്പോൾ പറയും ഞാൻ ധ്യാനത്തിലാന്ന് പറയും, എന്തൊക്കെയോ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴും മനസ്സിലാവും ഉറക്കമാണ്. അപ്പം പുള്ളിക്കാരി എനിക്ക് ഉറങ്ങുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, പുള്ളിക്കാരിയുടെ സേഫ്റ്റി നോക്കണം. അതുകൊണ്ടാണ് ഞാൻ സനയുടെ ഹെഡ്സെറ്റ് വെച്ചോണ്ട് പോകുന്നത്. കാരണം അതാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാം. പിന്നെ പാട്ടാണെങ്കിൽ നമുക്ക് മ്യൂസിലേക്ക് ആയിക്കൊണ്ട് പോവാം, കോൾസ് എടുക്കാനൊക്കെ സൗകര്യം. അപ്പോൾ അതെല്ലാം കൂടെ ഉദ്ദേശമാണ്. എന്താണേലും അതിനെപ്പറ്റിയൊക്കെ പിന്നെ പറയാം, അഡ്രസ്സിനെയൊക്കെ പറ്റി നമ്മൾ പിന്നീട് സംസാരിക്കാം. സോ അതൊക്കെ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് ഇപ്രാവശ്യം പോയത്. പിന്നെ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു 200-300 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് മാത്രമേ വേണ്ടി വന്നുള്ളൂ. കാരണം ബൈക്ക് എന്ന് പറഞ്ഞാൽ അത്ര അൾട്ടിമേറ്റ് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാം, ബൈക്കിനെ പറ്റിയൊക്കെ പിന്നെ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു പോഡ്കാസ്റ്റ് ചെയ്യേണ്ടി വരും. കാരണം അത്ര കേട്ടു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ പോയി എവിടെ പോയാലും ആൾക്കാർ നോക്കും, അങ്ങനത്തെ ഒരു ബൈക്കാണത്. പിന്നെ അപ്പം നമ്മളെന്തായാലും അവിടെ ചെന്ന് ഇപ്രാവശ്യം നമ്മൾ സ്റ്റേ ചെയ്ത്, ഇപ്രാവശ്യം ഒരു വെറൈറ്റി ഉണ്ട്. കാരണം നമ്മൾ വെറും ഒരു 4-5 ദിവസത്തേക്ക് പോയിട്ട് നിന്നത് നിയർലി 25 days ആണ്. 25 days നമ്മൾ നിന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്തോണ്ടിരുന്നു. നമ്മൾ സാധാരണ അങ്ങനെയാണ്. നമ്മള് പോയി ന്യൂ ഇയർ സെലിബ്രേറ്റ്, ഇപ്രാവശ്യം ന്യൂ ഇയർ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത് നമ്മൾ ആദ്യം നിന്നത് ഹോട്ടല് ഐബീസിന്റെ ഹോട്ടലായിരുന്നു. നല്ല സ്റ്റേ ആയിരുന്നു, നല്ല ഫുഡ്സ് ആയിരുന്നു. സോ ഇപ്രാവശ്യം നമ്മുടെ മെയിൻ ലക്ഷ്യം നല്ല നല്ല ഹോട്ടൽസ് എക്സ്പ്ലോർ ചെയ്യുക, നല്ല നല്ല ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യുക. വേറെ ഒന്നും നമ്മുടെ ഇന്റൻഷൻസ് ഇല്ലായിരുന്നു. പിന്നെ ആൽക്കഹോൾ നമ്മൾ പാടെ അവോയ്ഡ് ചെയ്തു. ന്യൂ ഇയറിന് മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഫുഡ്സും ബീവറേജസ് ഉണ്ടായിരുന്നെങ്കിലും മോക്ടെയിൽസ് മാത്രമേ ഉണ്ടായിരുന്നു, കോക്ടെയിൽസ് ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ അങ്ങനെയാണ്. ബിയറൊക്കെ ഇടയ്ക്ക് കുടിക്കുമായിരുന്നു, അല്ലാതെ ലൈക്ക് പ്യൂർ ആൽക്കഹോളിക് ആയിട്ടുള്ള മറ്റു ഡ്രിങ്ക്സ് ഒന്നും നമ്മൾ അധികം കുടിക്കാനൊന്നും പോയില്ല. ലൈക്ക് ഫുള്ളി നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റൻസ് മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇപ്രാവശ്യം നമ്മളൊരു ഗോവൻകാരായിട്ട് തന്നെയാണ് നമ്മൾ അവിടെ നിന്നത്. നമ്മൾ ഐബിസിൽ നിന്ന് അതിനുശേഷം ഐബിസി ഒരു 3 ദിവസം നിന്ന് ന്യൂ ഇയർ നമ്മളവിടെ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പബ്ബിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ലൈക്ക് ഒരു നൈറ്റ് ക്ലബ് ആയിരുന്നു. ലൈക്ക് നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു. സോ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് മാറിയതാണ് മറ്റേ റൊസാറ്റ എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. അത് നമ്മൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നോർത്ത് ഗോവയിലാണ് പോയത്. സോ നമ്മൾ ഈ ഐബിസ് എന്ന് പറഞ്ഞ നോർത്ത് ഗോവയാണ്. അവിടെ നമ്മൾ നേരെ പോയത് പിന്നെ സൗത്ത് ഗോവയിലാണ്. നല്ല ബിസി ആയിട്ടുള്ള കേൾക്കുമ്പോ നിങ്ങൾക്ക് വിചാരിക്കും വട്ടാണെന്ന്. നമ്മൾ അത് പിന്നെ സൗത്ത് ഗോവയിൽ പോയി. നമ്മൾ കാമായിട്ടുള്ള സ്ഥലത്തോട്ട് കയറി. സൗത്ത് ഗോവ ഫുൾ സൗത്ത് ഗോവ എന്ന് പറഞ്ഞാൽ വേറൊരു അറ്റ്മോസ്ഫിയർ ആണ്. ലൈക്ക് നമ്മൾ ചോദിക്കും വേറൊരു ഏതോ ഒരു ഗോവയിലോട്ട് നമ്മൾ വന്നിരുന്നു. കാരണം അവിടെ ഫുൾ കാം ആൻഡ് അവിടെ നൈറ്റ് ലൈഫ് അങ്ങനെ ഒന്നും ഇല്ല അധികം. ലൈക്ക് ഫുൾ കാമ്, ആൾക്കാരും എല്ലാം ഒരു പഴയ ഗോവ സ്റ്റൈല്. സോ നമ്മളെന്തായാലും അവിടെ പോയി റൊസാറ്റ, അത് ഒന്നും പറയാതില്ല, ഇത്ര എക്സ്പെൻസീവ് ആണ്, ലിറ്റിൽ എക്സ്പെൻസീവ് ആണ്. ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നില്ല. പക്ഷേ ഹോസ്പിറ്റാലിറ്റി നിങ്ങൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ, എനിക്കും പേഴ്സണലി ഹോട്ടൽ നമ്മൾ സ്റ്റേക്ക് ഒരുപാട് പൈസ കളയുന്നതിനോട് താല്പര്യമില്ല. കാരണം മാക്സിമം നമ്മൾ സ്റ്റേക്ക് പൈസ കൊടുത്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ റൊസാറ്റയിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ ആയിരുന്നു കേട്ടോ. അത് ഇത്രയും നാൾ വർഷങ്ങളായിട്ട് നമ്മൾ പല പല ഹോട്ടലുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രൊമോഷനും ഒന്നും അല്ല കേട്ടോ, പക്ഷെ നമ്മളവിടെ നിന്ന് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. കാരണം ഓരോ ദിവസം നമ്മളെ വിളിച്ച് അവർ ചോദിക്കും നിങ്ങൾ കംഫർട്ട് ആണോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവർ ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഈ ഒരു ഹോസ്പിറ്റാലിറ്റി ഇഷ്ടപ്പെടും. എല്ലാ ദിവസവും അവർ നമ്മളെ ഒരു നേരെങ്കിലും ഫോൺ വിളിച്ചിട്ട് അവർ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിലും റൂമിൽ ഫേസ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് നമ്മളെ അവർ അപ്ഗ്രേഡ് ചെയ്ത് തന്നു, നമ്മുടെ റൂംസ് സ്യൂട്ടിലോട്ട് മാറ്റി തന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ അവിടെ അവർക്ക് പാർക്കിംഗ് ഔട്ട്സൈഡ് ആയിരുന്നു. ലൈക്ക് ഈവൻ ദോ അതൊരു 4-star ഹോട്ടലാണ്, സ്റ്റിൽ അവർക്ക് അവരുടെ പാർക്കിംഗ് ഫെസിലിറ്റി ഔട്ട്സൈഡാണ്. പക്ഷെ നമ്മുടെ ബൈക്ക് പുതിയത് വേണം. അപ്പോൾ എനിക്കൊരു കംഫർട്ടബിൾ ഇല്ലായിരുന്നു വെളിയിൽ കൊണ്ടുവന്ന് വെക്കാൻ. സോ അത് അവർ സ്പെഷ്യലായിട്ട് നമുക്ക് അകത്ത് അതിൻ്റെ നമ്മുടെ ബൈക്ക് മാത്രമേ ഉള്ളായിരുന്നു അവിടെ. അതിനുവേണ്ടി മാത്രം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ടലിനകത്ത് തന്നെ ഒരു സ്പേസ് അവർ തന്നു. വിത്ത് ക്യാമറയൊക്കെ CCTV എല്ലാം ഉള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഒരു അടിപൊളി ഒരു സ്ഥലം തന്നു. അത് നമ്മളെ ത്രൂ ഔട്ട് ദ സ്റ്റേ നമ്മൾ അവിടെ തന്നെ പാർക്ക് ചെയ്തത്. വേറെ ഒരു വണ്ടിക്കും പ്രൊഫഷൻ ഇല്ലാത്ത സ്ഥലത്ത്. അത് മാനേജർ തന്നെ അവർ ലൈക്ക് മുൻകൈ എടുത്ത് നമുക്ക് ചെയ്തു തന്നൊരു കാര്യമാണ്.
അതെന്നൊക്കെ പറഞ്ഞാൽ ഒരു നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്. നമ്മളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. മിക്കതും ഫോറിനേഴ്സാണ് അവിടെ താമസിക്കുന്നത്. ബട്ട് ഇന്ത്യൻ ഗസ്റ്റ് നമ്മൾ പിന്നെ ഇറങ്ങാൻ നേരത്തൊക്കെ ഉണ്ടായിരുന്നു കുറേ നോർത്ത് ഇന്ത്യൻ ഗസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. മിക്കവർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല ഈ ഹോട്ടലിൽ, അതാണെന്ന് തോന്നുന്നു മെയിനായിട്ട്. കാരണം പിന്നെ അവിടുത്തെ സ്റ്റേ അടിപൊളിയായിരുന്നു. പിന്നെ കുറേ ദിവസം നമ്മൾ സൗത്ത് ഗോവ ഫുൾ എക്സ്പ്ലോർ ചെയ്തു. പക്ഷേ അവിടുത്തെ ബീച്ചുകൾ എന്നൊക്കെ പറയുമ്പം ലോക്കൽ ക്രൗഡ്സാണ് കൂടുതൽ. സോ മിക്കവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കില്ല. കാരണം ലൈക്ക് ഫോറിനേഴ്സും അങ്ങനെയുള്ളവരൊന്നും കാണത്തില്ല. മിക്കതും ഗോവൻസ് തന്നെ ആയിരിക്കും അവിടെ മിക്ക ബീച്ചിലും പോയാലും കാണുക. നല്ല ഷാക്സ് ഒന്നും അധികം കാണത്തില്ല മിക്കതും. ലൈക്ക് അതൊക്കെ ഒരു പഴയ ഗോവയാണ്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫുൾ നൈറ്റ് ലൈഫ് ഒന്നും എൻജോയ് ചെയ്യാൻ അവിടെ പറ്റിയെന്ന് ഇരിക്കത്തില്ല. പിന്നെ നല്ല ദൂരമുണ്ട്. പിന്നെ ഈ സൗത്ത് ഗോവയിലോട്ട് പോകുന്നൊരു വഴിയുണ്ട്, നോർത്ത് ടു സൗത്തിലേക്ക് പോകുന്ന ഗാർഡ്സൊക്കെ വഴിയാണ്. സോ അത് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ. കുറേ നമ്മുടെ ഫോറസ്റ്റും ഹിൽ ഗാർഡ്സിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. സോ അത് ആ ഒരു ഗാർഡ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. അത് ഡ്രൈവിംഗ് എൻജോയ് ചെയ്യണമെന്നുള്ളവർക്ക് ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നോർത്ത് ടു സൗത്ത് ഗോവ ജേർണി. മിഡിലുള്ള ആ ഒരു സിറ്റി ഏരിയ കളഞ്ഞിട്ടുള്ള ഏരിയ പറയുന്നത് സൗത്ത് ഗോവ എടുക്കാറാകുമ്പോൾ ആ ഒരു ഏരിയ. പിന്നെ അവിടെ കുറേ ബീച്ചസ് ഉണ്ട്, അതിൻ്റേതായ ബ്യൂട്ടിയാണ് സൗത്ത് ഗോവയ്ക്ക്. സോ ലൈക്ക് അത് എൻജോയ് ചെയ്യണമെന്നുള്ളവർക്ക് സൗത്തിൽ തന്നെ പോയേ പറ്റൂ. ലൈക്ക് ഓരോ കാം ആൻഡ് ക്വയറ്റായിട്ടും പിന്നെ നല്ല സീനറീസാണ്. ലൈക്ക് ഓരോ ബീച്ചിലോട്ടുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ നല്ല സീനറീസാണ്. പിന്നെ മിക്കതും വില്ലേജ് ഏരിയസിലൂടെയൊക്കെയുള്ള റോഡുകളാണ്. നല്ല ഒരു വേറൊരു സൈഡാണ് ഗോവയുടെ. നമ്മളവിടെ കുറേ ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് എല്ലാ ദിവസവും അത് പിന്നെ ഒന്നും പറയണ്ട. എവിടെ പോയാലും ഷോപ്പിങ്ങിന്റെ നമുക്കൊരു എപ്പോഴും ഒരു അറ്റയർ വേണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അപ്പോഴേ തിരിച്ച് വരാനുള്ള പ്ലാന് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ട് ഓക്കെ റൊസാറ്റയിൽ നമ്മൾ ഇന്ന ദിവസം ഇറങ്ങാം, നമുക്ക് തിരിച്ച് പോരാം എന്ന് കരുതിയിരുന്നപ്പം പെട്ടെന്ന് പുള്ളിക്കാരിക്ക് സിസ്റ്ററിനെ മിസ് ചെയ്യാൻ തുടങ്ങി. അതെ അതെ അതെ. പിന്നെ എൻ്റെ സിസ്റ്ററും വന്നു. ഞങ്ങള് പിന്നെ അവിടെ കുറച്ച് ദിവസം കൂടെ നിന്നു. അവിടെ നമ്മൾ മാറി, അവിടുന്ന് മാറി നമ്മൾ വേറെ സ്ഥലത്തോട്ട് വന്നു. നമ്മൾ പിന്നെ നോർത്തിലോട്ട് പോയി. പിന്നെ നമ്മൾ നോർത്തിലോട്ട് വന്നു. വീണ്ടും നോർത്തിലോട്ട് വന്ന് ഓൾഡ് ഗോവയാണോ? നോർത്തിലോട്ട് തന്നെ, വാഗത്തോറിന്റെ അടുത്തായിട്ട് വന്നു. വാഗത്തോറിന്റെ അടുത്തായിട്ട് നമ്മള് ഒരു അതൊരു വില്ല അപ്പാർട്ട്മെന്റ് കൈൻഡ് ഓഫ് തിങ് ആണ്. നമ്മൾ അവിടെ നിന്നത് ഫുൾ വില്ല നമുക്ക് ഇറങ്ങുക. പക്ഷെ റേറ്റ് വളരെ കുറവാണ്. 2 സ്റ്റോറി വില്ലയാണ്, ലൈക്ക് വിത്ത് അറ്റാച്ച്ഡ് സ്വിമ്മിംഗ് പൂളൊക്കെ. പ്രൈവറ്റ് പൂളാണ്. താഴെ മുകളിൽ ഓരോ ബെഡ്റൂംസും വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, അങ്ങനെയാണ് സംഭവം. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡ് മാത്രമില്ല അവിടെ, അവർ പറഞ്ഞത് ഷെഫ് നാട്ടിൽ പോയെന്നൊക്കെയാണ്. പക്ഷെ എന്താണെങ്കിലും പിന്നെ അത് അവർ കുറച്ച് തന്നു, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അതൊരു ഓഫ് സീസൺ ആയി തുടങ്ങി. കാരണം നമ്മൾ അവിടേക്ക് പോകുന്നത് തന്നെ 7th എങ്ങാണ്ടാണ്, 7th or 8th എങ്ങാണ്ടാണ്, 8th ജനുവരിയാണ്. ഓൾറെഡി അത് ഓഫ് സീസൺ ആയി തുടങ്ങി, ആൾക്കാരെല്ലാം വിട്ടുപോയി തുടങ്ങി. സോ നമ്മൾ നല്ലൊരു റേറ്റിൽ തന്നെ കിട്ടി. നമ്മളിവിടെ നിന്നു. അവിടെ നമ്മൾ ഒരു ഇവിടേക്ക് പോയതപ്പോഴല്ലേ ഷിപ്പിലേക്ക് പോയത്. എന്തായിരുന്നു അത്, എന്തോ കാസിനോയുടെ പേരെന്തായിരുന്നു? ബിഗ് ഡാഡി. അപ്പം കാസിനോയിൽ പോകണം എന്നൊരാഗ്രഹം. ഇന്നുവരെ നമ്മൾ പോയിട്ടില്ല. സോ അങ്ങനെ അപ്പൊ അങ്ങനെ കാസിനോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് ബിഗ് ഡാഡി എന്ന് പറഞ്ഞ കാസിനോയിൽ പോയി. കുഴപ്പമില്ല, ലൈക്ക് ആ ഒരു റേറ്റ് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ്. കുറെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നല്ലാതെ ഒന്നും തോന്നിയില്ല നമുക്ക്. ബിക്കോസ് നമ്മൾ എപ്പോഴും ഗോവയിൽ പോകുമ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാണാന്നുള്ള രീതിയിൽ പോയതേ ഉള്ളൂ, അല്ലാതെ വലിയൊരു രസമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ കുറെ കളിക്കുന്നവരെ കണ്ടു. ഇനി രണ്ടാമതൊരു വട്ടം പോകാനായിട്ട് എനിക്ക് വലിയ താല്പര്യം തോന്നിയിട്ടില്ല. കാരണം പൈസ പോകുന്നു എന്നല്ലാതെ പിന്നെ അവിടുത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ മൽപ്പിടുത്തമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന്റെ കുറ്റം പറയാൻ പറ്റില്ല. ലൈക്ക് എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ 2700 അങ്ങോട്ട് ഉള്ളായിരുന്നു, വിത്ത് അൺലിമിറ്റഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്. സോ ഒബിയസ്ലി എല്ലാ ക്രൗഡും അതിനകത്തുണ്ട്. സോ അവർ മെയിനായിട്ടും ഈ ഫുഡെന്ന് അത് ഫ്രീ ഫുഡും ബുഫറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ മൽപ്പിടുത്തമാണ്, ആൾക്കാരുടെ ഇടിയും മൽപ്പിടുത്തമാണ്. അപ്പം ഫുഡെന്ന് പറഞ്ഞാൽ അത്ര ഇതല്ല. നിങ്ങൾ അമിതമായിട്ട് കഴിക്കാൻ പോയാൽ അടുത്ത ദിവസം നല്ല പണി കിട്ടും. നമുക്കിത് കഴിഞ്ഞ വട്ടം ഗോവയിൽ വേറൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ. പക്ഷെ ഭയങ്കര റഷാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡാൻസ് ഷോസ് ഒക്കെ ഉണ്ട്, മാജിക് ഷോയും ഡാൻസ് ഷോയും ഒക്കെ ഉണ്ട്. സോ അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ അവിടെയാണ് ആൾക്കാർ അവിടെ നിന്ന് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഗാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ
ഗാംബ്ലിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു കാസിനോ എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് അവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവിടെ കണ്ട 100 പേരിൽ ഒരു 10 പേരെ കണ്ട കുറച്ച് കാശ് ഇട്ടിട്ട് പോയിട്ടുള്ളൂ, ബാക്കി എല്ലാവരും പൈസ അങ്ങോട്ടേ പോകുന്നുള്ളൂ. പിന്നെ എല്ലാവരും ഡ്രിങ്ക്സും കഴിച്ച് ഓക്കെ, ഓബിയസ്ലി പൈസ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ എൻജോയ് ചെയ്യാം. നമുക്ക് എന്തായാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളായിരുന്നു. നമ്മളും കുറച്ച് ഒരു 2000 രൂപ അങ്ങോട്ട് 2000 എങ്ങാണ്ട് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്ത് അത് നമ്മളിങ്ങനെ പോരും ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇത് ഒരു ഷിപ്പാണ്, ലൈക്ക് ഒരു ലേക്ക് പോലുള്ള അതിൻ്റെ നടുക്ക് കിടക്കുന്ന, ലേക്കല്ല ഒരു റിവർ പോലെ നടുക്ക് കിടക്കുന്ന, നമ്മളവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് നമ്മൾ പിന്നെ ഹോട്ടൽ മാറാൻ ഒരു ടെൻഡൻസി, നമ്മളങ്ങനെ അടുത്തത് പോയത് ഹിൽട്ടണിലോട്ടാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹിൽട്ടൺ ബുക്ക് ചെയ്തു. നമ്മുടെ ഹിൽട്ടൺ എന്നൊക്കെ കേൾക്കുമ്പോഴത്തന്നെ നമ്മുടെ മനസ്സിൽ എന്തുവാണ്, നമ്മൾ പോകുമ്പം അടിപൊളി റൂംസ്, പ്രോപ്പർട്ടി, ഇതൊക്കെ നമ്മൾ ചെന്ന്, ഇത് നമ്മൾ സിറ്റിക്ക് അടുത്താണ് കേട്ടോ ഇത്. നമ്മളിപ്പം ചെന്ന് നമ്മൾ കയറിയ റൂം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കയറിയപ്പോഴേ ഭയങ്കര സ്മോക്കിങ്ങിൻ്റെ വാടയും, നമ്മൾ ആദ്യം തന്നെ പറയാം ഹോസ്പിറ്റാലിറ്റി എക്സ്പീരിയൻസ് പറഞ്ഞാൽ വേസ്റ്റ് ആയിരുന്നു. അത് നല്ല ചൂട് വന്നു തുടങ്ങി, ജനുവരി ആ ഒരു മിഡ് ആയതുകൊണ്ട് നല്ല ടൈം. നമ്മൾ അത്രയും വെയിലത്തും തിരിച്ച് വരുമ്പോൾ നമുക്കൊരു റിഫ്രഷിങ് ടവലോ ഒന്നും തന്നില്ല, ഒന്നുമില്ല. ആരും നമുക്ക് പോയി ഇരിക്കാം, ആരും അതിന് ഹിൽട്ടൺ എന്ന് ഓർക്കണം, നമുക്ക് ജസ്റ്റ് പോയി ഇരിക്കാം, അവിടെ ആരും ചോദിക്കത്തില്ല, പറയത്തില്ല. ഇപ്പം എന്തുവാണേലും അവിടെ നമ്മൾ എന്താണ് നമ്മുടെ അത് ഫസ്റ്റ് ഒരു ഇമ്പ്രഷൻ അതായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 2 റൂംസാണ് ബുക്ക് ചെയ്തത്. അതിലൊരു റൂമിൽ കയറിയപ്പം സിഗരറ്റ് വാട കൊണ്ട് വയ്യ. പിന്നെ കയറിയപ്പോൾ ഒരു ടബൊന്നും ഇല്ല. നമ്മുടെ ആദ്യം കയറിയ റൂമിൽ ഫുൾ അവിടെ ഫുൾ സ്റ്റെയിൻസും, ഒരു ലോഡ്ജ് റൂമിൽ കയറിയ അതേ ഒരു എക്സ്പീരിയൻസ്. അപ്പം നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത അല്ല, ആദ്യം കിട്ടിയ റിസപ്ഷനിലെ എക്സ്പീരിയൻസ് തന്നെ അങ്ങനത്തെ ആയിരുന്നു. ഞാൻ നേരെ പോയി ഗൂഗിളിൽ പോയി റിവ്യൂ ഇട്ടു. അവിടുത്തെ റെസ്പോൺസ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ വിചാരിക്കാത്തൊരു ഫാസ്റ്റ് ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ റിവ്യൂ ഇട്ടു, വിത്തിൻ ഒരു 10 മിനിറ്റ്സ് പോലും ആയിട്ടില്ല. ഞാൻ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ വരുമെന്ന് വിചാരിച്ചില്ല അവരുടെ സൈഡിൽ നിന്ന്. അപ്പം തന്നെ ഒരു റൂമിലേക്ക് കോൾ വന്നു, അവർ ഹെഡ് ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞു. എന്തുവാണെങ്കിലും ആ റിവ്യൂസ് അവർ വായിച്ചു. അവർ പറഞ്ഞ റൂം അവർക്ക് ഇന്ന് അവൈലബിൾ അല്ല, നാളെ ഏതൊരു സ്യൂട്ടിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. സോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങളുടെ അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ റിവ്യൂസ് ഒന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് റൂം അവർ സ്യൂട്ടിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് സ്യൂട്ടിലോട്ട് മാറി. ആദ്യത്തെ ഇംപ്രഷനിൽ സ്യൂട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി. അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ലിവിംഗ് റൂം പോലത്തെ ഒരു ഏരിയയും, പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ബെഡ്റൂം, അതിനോട് അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്ത് ടബ് ആയിട്ടുള്ള റൂം, അതൊക്കെ കണ്ടപ്പോൾ വിത്ത് അറ്റാച്ച്ഡ് ബാൽക്കണി, ഡബിൾ ബാൽക്കണീസ് ആണ് അപ്പുറം ഇപ്പുറം ഉണ്ട്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അടിപൊളി റൂം. ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിരുന്നു. നമ്മൾ റെസ്റ്റ് റൂമൊക്കെ നോക്കിയപ്പോൾ അടിപൊളി. അടുത്ത ദിവസം നമ്മൾ നമ്മുടെ ടബിൽ കയറിയിട്ട് വെള്ളം ഇറക്കി നോക്കിയപ്പോൾ ടബിനകത്തും കുറെ അഴുക്ക് സാധനങ്ങളൊക്കെ ചാടി വന്നു, ലീക്കേജ്. ടബിൽ നിന്നൊക്കെ അഴുക്ക് വെള്ളമൊക്കെ ചാടി വരുന്നത്. പിന്നെ ടബിൽ ലീക്കേജ്, ഹിൽട്ടൺ ആണെന്ന് ഓർക്കണം. ഞാൻ ആ റിവ്യൂവിനകത്ത് അപ്ഡേറ്റഡ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇട്ടു. എന്താണെങ്കിലും അതൊരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് എന്തോ എക്സ്പെക്ട് ചെയ്യാനാണ്. അപ്പം 5 സ്റ്റാർ പ്രോപ്പർട്ടി അവരുടെ ഏറ്റവും ബെസ്റ്റ് റൂംസ് ആണ് അവർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നെ. അതിൽ തന്നെ അത് നമുക്ക് എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇനി അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനാണ്. നമ്മളിപ്പം എന്തായാലും ബുക്ക് ചെയ്ത അത്രയും ദിവസം നമ്മളിവിടെ നിൽക്കാമെന്ന് എഴുതി. സോ ഫുഡ് നല്ലതായിരുന്നു, അതിലൊരു കംപ്ലൈൻറ്റും ഇല്ല. അടിപൊളി ഫുഡായിരുന്നു. ബുഫേയും കാര്യങ്ങളൊക്കെ കേട്ടു. ബുഫേ അത് ഡിന്നർ നമ്മൾ അവർക്കൊരു ഔട്ട്സൈഡ് റെസ്റ്റോറൻറ്റ് ഉണ്ട്, മീൻസ് പ്രോപ്പർട്ടിക്കകത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റ് ഉണ്ട്, സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. നല്ല ഫുഡ്സ് ആയിരുന്നു. അവരുടെ കസ്റ്റം മെനൂസൊക്കെയാണ്, ഷെഫിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള മെനൂസും കാര്യങ്ങളൊക്കെയാണ്. അടിപൊളിയായിരുന്നത്, അതിലൊന്നും കംപ്ലൈൻ്റ് ഒന്നുമില്ല. പിന്നെ പ്രോപ്പർട്ടി മൊത്തം അടിപൊളിയാണ്. ഒരു സ്വിമ്മിംഗ് പൂളും, അത് നല്ല വ്യൂ ആണ്. ലൈക്ക് ഹോട്ടലിൽ നോക്കി നമ്മൾ കാണുന്ന റിവറാണ്. സോ നല്ല അടിപൊളി ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള റൂംസാണ്. പിന്നെ അത്രേ ഉള്ളൂ. നമ്മൾ കുറേ ദിവസം അവിടെ നിന്നു. പിന്നെ നമ്മൾ തിരിച്ചു വരേണ്ട സമയമായി. തിരിച്ച് ഇപ്രാവശ്യം പക്ഷേ ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. സിസ്റ്റർ 2 പേരെയും കൂടെ ഒന്നിച്ചാണ് വിട്ടു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒറ്റയ്ക്കാണ് വന്നത്. സോളോ റൈഡായിരുന്നു. മിണ്ടാൻ സംസാരിക്കുന്നവരില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അവിടെ നിന്ന് ഇവിടെ ഒരു ഒറ്റയ്ക്ക് ഓടിക്കേണ്ടി വന്നു. പക്ഷേ
ബൈക്ക് കംഫർട്ടബിൾ ആണ്. ഒബിയസ്ലി നമ്മൾ എൻജോയ് ചെയ്ത് ഓടിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഓടിക്കാം. പിന്നെ അധികം സ്റ്റോപ്സ് എടുക്കാൻ ഒന്നാമത് പറഞ്ഞല്ലോ, നമ്മുടെ നല്ല ഹോട്ടൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സോ നിർത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തും. ഞാൻ തന്നെ ക്യാരി ചെയ്ത കുറച്ച് സ്നാക്സും ജ്യൂസസും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വാട്ടറും, അതൊക്കെ കുടിക്കുമായിരുന്നു. അതിങ്ങനെ പോന്നു. അല്ല നമ്മൾ ഹോട്ടൽസ് ഒന്നും കയറിയില്ല. സോ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. നമ്മളൊരു 6 മണി 7 മണി ഒക്കെ ആയപ്പോൾ ഞാനിങ്ങനെ എത്തി, ബാംഗ്ലൂരെത്തി. സോ അതായിരുന്നു അവിടെ ലേറ്റസ്റ്റ് എക്സ്പീരിയൻസ്. നിയർലി 20-25 ഡേയ്സ് നിന്നായിരുന്നു. പിന്നെ ഗോവയിൽ നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ വേണ്ടിയിട്ടൊക്കെ എല്ലാം ആൾക്കാരൊക്കെ ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ റീൽസിന് വേണ്ടിയൊക്കെ ഇടുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മറ്റേ കോക്കനട്ട് ട്രീ റോഡ്, പിന്നെ വേറൊരു മറ്റേ പല കളർഫുൾ ബിൽഡിങ്സ് ഒക്കെ ഉള്ള റോഡ്, ഓൾഡ് ഗോവയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്മൾ അവിടെയൊക്കെ പോയി. പക്ഷെ അവിടെ മുക്കിന് എല്ലാ വീടിന്റെയും ബിൽഡിങ്ങിന്റെ മുമ്പ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കില്ല. അവിടെ ആൾക്കാർ മൊത്തം ആ സ്ട്രീറ്റിൽ ലൈക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വരുന്നതാണ്. പല പല കളേഴ്സിലുള്ള ബിൽഡിംഗ് ആണ് മെയിൻ. സോ ആ ഒരു സ്പോട്ടിലേക്ക് വരുമ്പോൾ ആൾക്കാരൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട് വീടിന്റെ ഓണേഴ്സൊക്കെ, ലൈക്ക് ഇത് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമെല്ലാം മാറണം അങ്ങനെയൊക്കെ. നമ്മളെങ്ങനെയൊക്കെയോ എടുക്കുന്നത് ശരിയല്ല, പക്ഷെ എന്നാലും റോഡിലൂടെ നടന്നങ്ങ് പോയി. സോ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇപ്രാവശ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ വട്ടത്തെ എക്സ്പീരിയൻസിൽ നമ്മുടെ ടാക്സി എന്ന് പറയുന്നത് വേസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് അവിടെ നിന്നൊരു ലോക്കൽ ടാക്സിയാണ് ബുക്ക് ചെയ്തത്. എൻ്റെ മീൻസ് ലൈക്ക് ആ ഇൻസൈഡ് ഗോവയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ സിസ്റ്റർ വന്നതിന് ശേഷമാണ്. ലൈക്ക് 3 പേരുള്ളത് കൊണ്ട് ബൈക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ടാക്സി എടുത്തായിരുന്നു നമ്മൾ അത്രയും ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അത് നല്ലൊരു ഡ്രൈവറും നല്ലൊരു ചെറുക്കനായിരുന്നു, പക്ഷെ നല്ലൊരു ഡ്രൈവറും. നമ്മൾ ഡെയിലി റെൻ്റൽ ബേസിസിലെടുത്തത്. സോ അതുകൊണ്ട് നമുക്ക് ആ ഒരു 80 കിലോമീറ്ററിൽ നമുക്ക് ഓടിക്കാം. ലൈക്ക് അപ്പോൾ അത്രയും ദൂരം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ അത്രയൊന്നും കവർ ചെയ്യത്തുമില്ലായിരുന്നു 80 കിലോമീറ്റേഴ്സ് ഒന്നും. നല്ല ഇടപെടലും ഭയങ്കര കംഫർട്ടായിരുന്നു. കാരണം എല്ലാവരും നമ്മുടെ അടുത്ത് ഹിന്ദിയിലൊക്കെ സംസാരിക്കുകയും പിന്നെ നമുക്ക് ഈവൻ അങ്ങ് നല്ലോണം നമ്മുടെ അടുത്ത് കംഫർട്ടബിൾ ആയിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ചു. പിന്നെ ഇവരെ നമ്മൾ ഇതിനൊക്കെ കൊണ്ടുപോയത് നമ്മുടെ ഡോൾഫിനെ കാണിക്കാൻ, പിന്നെ പാരാഗ്ലൈഡ് മോട്ടർ ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം മെയിനായിട്ട് അത് പിന്നെയും പാരാ മോട്ടോർ ഗ്ലൈഡിങ്. കഴിഞ്ഞ വട്ടം പാരാഗ്ലൈഡിങ് ആയിരുന്നു, ഇപ്രാവശ്യം പാരാ മോട്ടോർ ഗ്ലൈഡിങ്. അത് അന്ന് നമ്മള് ഒരുപാട് മല കയറേണ്ടി വന്നില്ലേ, ഇപ്പൊ പിന്നെ നമ്മൾക്ക് ഡ്രൈവറിന്റെ റെക്കമെൻഡേഷൻ ആയിരുന്നു കേട്ടോ പാരാ മോട്ടോർ ഗ്ലൈഡിങ്. അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കയറിയില്ല, അത് സെയിം വെയിറ്റ്. അപ്പോൾ പുള്ളിക്കാരി സിസ്റ്ററും കയറി. ഞാനപ്പം കയറാൻ പറ്റിയില്ല, അതുകൊണ്ട് അത് നടന്നില്ല. എന്തായാലും ഇവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പാരാമോട്ടർ ഗ്ലൈഡിങ്. പിന്നെ നമ്മൾ ഡോൾഫിനെ കാണാനും അങ്ങനെ ഒരു ബോട്ട് ട്രിപ്പ് പോലെ സംഭവമുണ്ട്. അതൊരു കുറഞ്ഞ തുകയേ ഉള്ളൂ. നമുക്ക് അവിടെ തന്നെ അവർ ബോട്ടിൽ കൊണ്ടുപോകും, നമ്മൾ കടലിൽ കൊണ്ടുപോകും, കുറേ ഡോൾഫിൻ ചാടുന്ന കാണിക്കും. പിന്നെ വിജയമല്ലയുടെയോ ആരുടെയോ ഒരു വീടുണ്ട്, അത് കാണിക്കും, ഒരു ജയിൽ കാണിക്കും. ഇതെല്ലാം ബോട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് വെളിയിൽ നിന്ന് കാണിക്കത്തേ ഉള്ളൂ. പിന്നെ അത്രേ ഉള്ളൂ. പിന്നെ കുറെ ആസ് യൂഷ്വൽ ഷോപ്പിംഗ് വീണ്ടും അത്രേ ഉള്ളൂ. പിന്നെ ഷോപ്പിംഗ് അത് തന്നെ. പിന്നെ അടുത്ത ദിവസം ഷോപ്പിംഗ് എല്ലായിടത്തും പോയി ഞാൻ നിൽക്കണം, അതാണ് മെയിൻ പ്രശ്നം. എവിടെ പോയാലും വെയിറ്റിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ ഈ ഗോവ ഇതൊരു 45 മിനിറ്റിന്റെ വീഡിയോ ആണ്, പക്ഷെ ഇതാണ് നമ്മുടെ ഗോവൻ എക്സ്പീരിയൻസ്. ഇതുപോലെ നമ്മള് ഗോകർണെ പോയിട്ടുണ്ട്, പലയിടത്തും പോയിട്ടുണ്ട്. അപ്പൊ ഗോവയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള സ്ഥലം. സോ അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെ. ഇനിയും നമ്മൾ ഗോവയിൽ പോയാലും നമുക്ക് ബോറാകത്തില്ല. കാരണം ഗോവ കാണേണ്ട പോലെ കാണണം, അല്ലാതെ എല്ലാവരും പോകുന്നോട്ട് നിങ്ങൾ ബാഗയും ഒരു കോൾവ ബീച്ചും അതല്ല ഗോവ. ഗോവ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാടുണ്ട്. ലൈക്ക് അതുപോലെ തന്നെ ഒരുപാട് ബീച്ചുകളുണ്ട് ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തത്. അത് ഈ പറയുന്നിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് പാരഡൈസ് ബീച്ചും അതൊന്നുമല്ല, അതല്ലാതെ ഉള്ള കുറെ ബീച്ചുകളുണ്ട്. പലോലം ബീച്ചിലും പോയായിരുന്നു. അതുപോലെ പല ബീച്ചുകളുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ ജസ്റ്റ് നോക്കിയാൽ തന്നെ കാണാം. ലൈക്ക് ആ സീഷോർ സൈഡിൽ ഏതൊക്കെ ബീച്ചുകളുണ്ട്, അത് ഏതെങ്കിലുമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് പോയി കാണുക.
അല്ലാതെ ജസ്റ്റ് നിങ്ങളിപ്പം ഞാൻ ഈ എന്താണ് ഇൻഫ്ലുവൻസേഴ്സിനൊന്നും ഞാൻ പറയുമല്ല, ബട്ട് അത് പറയുന്ന തൊട്ടുള്ള ആ ബീച്ചുകൾ മാത്രമല്ല, ലൈക്ക് വേറെയും കുറേ ബീച്ചുകളുണ്ട് നിങ്ങൾക്ക്. സ്പെഷ്യലി നിങ്ങൾ അവിടെ സ്കൂട്ടറോ എന്തെങ്കിലും റെന്റ് എടുത്താണ് നിൽക്കുന്നെങ്കിൽ അതിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ നല്ല സീനറീസ് കാണാൻ പറ്റിയ റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ടൗൺ വിട്ട് ഈ കോൾവേയും വകത്തൂറും ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ വേറെ കുറച്ചും കൂടെ നോർത്തിലോട്ട് പോയാൽ നല്ല നല്ല ബീച്ചുകൾ വേറെ ഉണ്ട്, നല്ല ഷാക്സ് ഉള്ള ബീച്ചുകളുണ്ട്. അല്ല സൗത്തിലോട്ട് പോയാൽ ഷാക്സ് അത്ര നല്ലതായിരിക്കത്തില്ലെന്നേ ഉള്ളൂ, ബട്ട് നിങ്ങൾക്ക് ഓൺ ദ വേയിലേക്ക് ഒരുപാട് നല്ല ഹോട്ടൽസ് കാണാൻ പറ്റും. പിന്നെ ബീച്ചുകൾ അത് വേറെ എക്സ്പീരിയൻസ് ആണ് സൗത്ത് ഗോവയിൽ, കുറച്ചും കൂടെ കാണും. ഇതാണ് ഞങ്ങളുടെ ഒരു ടോട്ടൽ എക്സ്പീരിയൻസ്. സ്റ്റിൽ നമ്മൾ ഗോവ ബോറൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ ഇനിയും പോകാൻ തോന്നിയെന്നിരിക്കും, ചിലപ്പം പോയെന്നും ഇരിക്കും. സോ അതാണ് നമ്മുടെ ഓവറോൾ ഗോവ. സോ ഇന്നത്തേക്ക് നമ്മൾ സൈൻ ഓഫ് ചെയ്യുക. നമ്മൾ ഇനിയും വരും അടുത്ത പോഡ്കാസ്റ്റിൽ. നമ്മൾ ഇനി അടുത്ത സ്ഥലങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അതിനെപ്പറ്റി പറയും. ഓക്കെ, ശരി.